ഒരു കാലത്ത് ലോകം ഇന്ത്യയോട് പറഞ്ഞിരുന്നു, കൃഷി ചെയ്യൂ, ഫാക്ടറികൾ നടത്തൂ, പക്ഷേ സ്പേസ് മാത്രം വലിയ രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കൂ. പക്ഷേ ഇന്ത്യ ആ കഥ മാറ്റി എഴുതി. പണ്ട് റോക്കറ്റിന്റെ ഭാഗങ്ങൾ സൈക്കിളിലും കാളവണ്ടിയിലുമൊക്കെ കൊണ്ടുപോയ ISRO ഇന്ന് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറക്കിയ രാജ്യമായി മാറി. ആ ISROയുടെ പാരമ്പര്യത്തിൽ നിന്നാണ് 2 എഞ്ചിനീയർമാർ പവൻകുമാർ ചന്ദനയും നാഗാഭരത് ധാക്കർ തങ്ങളുടെ ജോലി രാജിവെച്ച് 2018 അവർ സ്കൈറൂട്ട് എയറോസ്പേസ് എന്ന പ്രൈവറ്റ് സ്പേസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇന്ത്യയിൽ പ്രൈവറ്റ് റോക്കറ്റ് ലോഞ്ചിന് വ്യക്തമായ പോളിസി പോലും ഉണ്ടായിരുന്നില്ല. ഇൻവെസ്റ്റേഴ്സ് ഇല്ല, സ്പേസ് സ്റ്റാർട്ടപ്പ് ഇല്ല. എന്നിട്ടും അവർ ഒരു വിഷൻ കണ്ടു: ഓപ്പണിംഗ് സ്പേസ് ഫോർ ഓൾ. എന്താണ് സ്കൈറൂട്ട് ചെയ്യുന്നത്? ഇത് ഒരു സ്പേസ് ലോജിസ്റ്റിക് കമ്പനിയാണ്. ഒരു കസ്റ്റമറിന്റെ സാറ്റലൈറ്റ് അവർക്ക് വേണ്ട എക്സാക്ട് ഓർബിറ്റിൽ എത്തിക്കുന്ന ഒരു യൂബർ ടു സ്പേസ് സർവീസ്. SpaceX ഒരേ സമയം നിരവധി സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ സ്കൈറൂട്ട് ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റം ഓർബിറ്റ് ലോഞ്ചസിലാണ്. കാരണം ഇന്ന് സാറ്റലൈറ്റ്സ് ഇല്ലാതെ ലോകം മുന്നോട്ട് പോകില്ല. ഇന്റർനെറ്റ്, ഡിഫൻസ്, അഗ്രികൾച്ചർ, ഫിഷിംഗ്, വെതർ മോണിറ്ററിംഗ് എല്ലായിടത്തും സാറ്റലൈറ്റ് ടെക്നോളജി ആവശ്യമാണ്. ISROയുടെ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺസ് കണ്ടെത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫാമേഴ്സിന് ക്രോപ്പ് ഡിസീസ് കണ്ടെത്താനും ഇറിഗേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാനും സഹായിക്കുന്നു. ഇതെല്ലാം സാറ്റലൈറ്റ്സ് ഇമേജ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നത്. സ്കൈറൂട്ടിന്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റ്, അതിലെ ആദ്യത്തെ ഓർബിറ്റൽ റോക്കറ്റാണ് വിക്രം 1. ഏകദേശം 480 കിലോഗ്രാം വരെ പേലോഡ് ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഈ റോക്കറ്റിന് 3D പ്രിന്റഡ് എൻജിൻസ്, കാർബൺ കമ്പോസിറ്റ് സ്ട്രക്ചർ, അഡ്വാൻസ്ഡ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നിവയെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സ്കൈറൂട്ടിന്റെ തുടക്കവും ഒരു സിനിമ പോലെ തന്നെയാണ്. പണമില്ല, ഇൻവെസ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ co-founder ഒരു മെസ്സേജ് അയച്ചു. 1 മണിക്കൂറിൽ താഴെ നീണ്ട മീറ്റിംഗ്. അതിനുശേഷം അദ്ദേഹം 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് ഇന്ത്യൻ പ്രൈവറ്റ് സ്പേസ് സെക്ടറിലേക്ക് hundreds of millions of dollars ഇൻവെസ്റ്റ്മെന്റ്സ് എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഹൈടെക് ജോബ്സും സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ ഈ കഥ റോക്കറ്റ്സിനെ കുറിച്ച് മാത്രമല്ല, ഇതൊരു മൈൻഡ് സെറ്റിനെ കുറിച്ചും കൂടിയാണ്. സെൽഫ് ലേണിംഗ് ഈസ് എ സൂപ്പർ പവർ. ഇന്റർനെറ്റിന് അതിരുകളില്ല. ഇപ്പോൾ ChatGPT ഉണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ മേഖലയിലെ ബെസ്റ്റ് ഫൗണ്ടേഴ്സിന്റെ പോഡ്കാസ്റ്റ് കേൾക്കൂ, സ്വയം പഠിക്കൂ, വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയും. അതാണ് റിയൽ എഡ്യൂക്കേഷൻ. സ്കൈറൂട്ടിന്റെ അൾട്ടിമേറ്റ് മിഷൻ റോക്കറ്റ് ലോഞ്ച് മാത്രമല്ല, സാറ്റലൈറ്റ് സർവീസിംഗ്, സ്പേസ് ഡാറ്റ സെന്റേഴ്സ്, AI പവേർഡ് സാറ്റലൈറ്റ്സ്, ഫ്യൂച്ചർ സ്പേസ് ഷിപ്സ് ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കുക. കാരണം മനുഷ്യരാശിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തന്നെ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു ദിവസം നമ്മളൊരു സ്പേസ് ഫെയർ സിവിലൈസേഷൻ ആകേണ്ടി വരും. ഒരിക്കൽ ലോകം ഇന്ത്യയോട് പറഞ്ഞു, സ്പേസ് നിങ്ങളുടേതല്ല. ഇന്ന് ലോകം ഇന്ത്യയെ നോക്കുകയാണ്. അടുത്ത വലിയ സ്പേസ് റെവല്യൂഷൻ ഇന്ത്യയിൽ നിന്നാകുന്നു.